കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ കേരള ടൂറിസ്റ്റ് ബസ് മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും മാറി വരുന്ന നിയമങ്ങളുമെല്ലാം ന്യൂസിലൂടെയും മറ്റും നമ്മളെല്ലാവരും അറിയുന്നതാണ്. കേരളത്തിലെ ടൂറിസ്റ്റ് ബസ് മേഖലയെ ഒന്നാകെ ആശങ്കയിലാഴ്ത്തിയ ഒരു നിയമമായിരുന്നു കളർ കോഡ് എന്ന നിയമം. ഈ ഒരു പ്രതിസന്ധിയിൽപ്പെട്ടുകൊണ്ട് നിരവധി ബസ്സുകളാണ് കേരളത്തിൽ നിന്ന് സെയിലായി പോയിട്ടുള്ളത്. അന്യസംസ്ഥാനങ്ങളിലേക്ക് രജിസ്ട്രേഷൻ മാറ്റിപ്പോയ വണ്ടികളും ഏറെയാണ്. ഒരു കാലത്ത് കേരളത്തിലെ ടൂറിസ്റ്റ് മേഖലയിൽ തന്നെ രാജാവായി അറിയപ്പെട്ട ഒരു വണ്ടി പ്രസ്ഥാനമാണ് കൊമ്പൻ ഹോളിഡേയ്സ് എന്ന സാമ്രാജ്യം. ആ പേരിനോ പ്രശസ്തിക്കോ ഇന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല. എങ്കിൽ കൂടി കളർ കോഡ് എന്ന പ്രതിസന്ധി കാരണം കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് രജിസ്ട്രേഷൻ മാറ്റി പോവുകയായിരുന്നു കൊമ്പൻ ഹോളിഡേയ്സ്. പിന്നീട് അങ്ങോട്ട് കൊമ്പനിൽ നിന്ന് ഓരോ വണ്ടികളായി സെയിലായി പോവുകയായിരുന്നു. ഇപ്പോൾ കൊമ്പനിൽ നിന്ന് ഒരു ഹാപ്പി ന്യൂസ് വന്നിട്ടുണ്ട്. ഈ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ പറയാനാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കൊമ്പൻ ഹോളിഡേയ്സിൽ നിന്ന് ഒരുപാട് വണ്ടികൾ സെയിലായി പോയിട്ടുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ കൊമ്പൻ ഹോളിഡേയ്സിൽ നിന്ന് ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ് വരുന്നത്. ബോംബെ എന്ന എഡിഷൻ നെയിമോട് കൂടി കിടിലൻ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഇറക്കിയ ഒരു പുതിയ വണ്ടി കൊമ്പനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ കൊമ്പൻ ഹോളിഡേയ്സിൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിലാണ് ഈ ഒരു വാർത്ത വന്നിട്ടുള്ളത്. അപ്പോൾ കൊമ്പനിൽ നിന്ന് സെയിലായി പോയ ബോംബെക്ക് പകരമായിട്ട് പുതിയൊരു വണ്ടി ഇറക്കുകയും ബോംബെ എന്ന എഡിഷൻ നെയിമോട് കൂടി അതിനെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കിടിലനായിട്ട് ഈ ഒരു വണ്ടിയെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് പണ്ടത്തെ കൊമ്പനേക്കാളും അടിപൊളിയായിട്ട് ഇറക്കുമെന്ന് വിചാരിക്കാം.